നമസ്കാരം. ഞാൻ ജിഷാനു ജുവാൻജോ അക്കാഡമിയിൽ നിന്ന് കുറച്ച് നാളിലെ ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് പോസ്റ്റ്മോർട്ടം കോംപ്ലിക്കേഷൻസ്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെമറ്റോമ. 2-3 ടോപ്പിക്കോടുകൂടി നമ്മുടെ മെറ്റേണിറ്റി സിസ്റ്റം അവസാനിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം എന്താണ് ഹെമറ്റോമ? ഹെമറ്റോമ എന്ന് പറയുന്നത് ഒരു ലോക്കലൈസ്ഡ് കളക്ഷൻ ഓഫ് ബ്ലഡ് ആണ് ഇൻ ദ ടിഷ്യൂ. അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ഇൻവോൾവിംഗ് ഇൻ ദ വജൈനൽ സൾക്കസ് ഓർ അതർ ഓർഗൻസ്. വൾവുലർ ഹെമറ്റോമാസ് ആർ മോർ കോമൺ. ഓക്കെ, ഇതൊരു കളക്ഷൻ ഓഫ് ബ്ലഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പൂളിംഗ് ഓഫ് ബ്ലഡ് എന്ന് പറയാറുണ്ട് ടിഷ്യൂല്. ഈ പോസ്റ്റ്മോർട്ടം കോംപ്ലിക്കേഷനിൽ മെയിൻലി ഈ ഹെമറ്റോമ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വജൈനൽ സൾക്കസിന്റെ അവിടെയോ അല്ലെങ്കിൽ വൾവുലർ ഹെമറ്റോമയാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സി സെക്ഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് വെസൽസ് കട്ട് ചെയ്യുന്നത് കൊണ്ടാവാം, അതായത് ഇഞ്ചുറി ടു എ ബ്ലഡ് വെസൽ, അല്ലെങ്കിൽ ഫോഴ്സപ്സ് ഡെലിവറി കൊണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഹെമറ്റോമ. ഓക്കെ, പിന്നെ ഹെമറ്റോമ എന്ന് പറയുന്നത് ഒരു ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷൻ ആണ്. അത് എയർലി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ലൈഫ് ത്രെട്ടണിങ് ഒരു സിറ്റുവേഷൻ ആണ് ഹെമറ്റോമ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് അതിന്റെ അസസ്മെന്റ് അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ സിവിയർ പെയിൻ ആണ്. ഓക്കെ, പിന്നെ പ്രഷർ ഇൻ ദ പെരിനിയൽ ഏരിയ, സെൻസിറ്റീവ് ഓർ ബൾജിംഗ് മാസ് ഇൻ ദ പെരിനിയൽ ഏരിയ വിത്ത് ഡിസ്കളേർഡ് സ്കിൻ, inability to void, decreased hemoglobin and hematocrit levels, changes in vitals indicating shock such as tachycardia and hypotension. ഇത്രയുമാണ് നമ്മൾ പ്രീ ഡിസ്പോസിങ് അല്ലെങ്കിൽ നമ്മൾ അസസ്മെന്റ് ചെയ്യുമ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് കാണുന്നത്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ പെയിൻ ആയിരിക്കും, പിന്നെ പ്രഷർ ഇൻ ദ പെരിനിയൽ ഏരിയ, പിന്നെ വോയ്ഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഡിസ്കളറേഷൻ കാണാൻ പറ്റും പെരിനിയൽ ഏരിയയിൽ, പിന്നെ അല്ലെങ്കിൽ ബൾജിങ് മാസ് ഉണ്ടാവും, പിന്നെ സെൻസിറ്റീവ് ആയിരിക്കും ആ ഏരിയ. നമ്മൾ ബ്ലഡ് വാല്യൂസ് നോക്കുവാണെങ്കിൽ ഹെമോഗ്ലോബിനും ഹെമറ്റോക്രിറ്റും ഒക്കെ ഡിക്രീസ്ഡ് ആയി വരും. അന്നേരമാണ് ഡോക്ടേഴ്സ് ആക്ച്വലി അവർക്കൊരു ഡൗട്ട് തോന്നുന്നത് തന്നെ ഹെമറ്റോമ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന്. പിന്നെ ചേഞ്ചസ് ഇൻ വൈറ്റൽ സൈൻസ് ഇൻഡിക്കേറ്റിംഗ് ഷോക്ക് സച്ച് ആസ് ടക്കികാർഡിയ ആൻഡ് ഹൈപ്പോടെൻഷൻ. ഓക്കെ, എന്തൊക്കെ ഇന്റർവെൻഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റിനെ മോണിറ്റർ ചെയ്യുക, പെയിൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മാനേജ്മെന്റ് കൊടുക്കുക, പെരിനിയൽ പ്രഷർ കൊടുക്കുക. ഫോഴ്സപ്സ് ഡെലിവറി ആണ് സംഭവിച്ചതെങ്കിൽ, ഫോഴ്സപ്സ് ഡെലിവറി കൊണ്ടാണ് ഹെമറ്റോമ ഉണ്ടായതെങ്കിൽ പെരിനിയൽ പ്രഷർ കൊടുക്കണം. ഓക്കെ, മോണിറ്റർ വൈറ്റൽ സൈൻസ്, പ്ലേസ് ഐസ് ഇൻ ദ ഹെമറ്റോമ സൈറ്റ്, അഡ്മിനിസ്റ്റർ അനാൽജസിക്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്, പ്രിപ്പയർ ഫോർ യൂറിനറി കാത്തീറ്ററൈസേഷൻ ഇഫ് ദ ക്ലയന്റ് ഈസ് അൺഎബിൾ ടു വോയിഡ്. നമ്മൾ 4 to 6 hours എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്നിട്ട് മോണിറ്റർ ചെയ്യും. പിന്നെ നമ്മൾ ബ്ലാഡർ സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോഴും യൂറിന് എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ കാത്തീറ്ററൈസ് ചെയ്ത് നമ്മൾ യൂറിൻ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അഡ്മിനിസ്റ്റർ ബ്ലഡ് പ്രോഡക്ട്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്, മോണിറ്റർ ഫോർ സൈൻസ് ആൻഡ് ഇൻഫെക്ഷൻ, അഡ്മിനിസ്റ്റർ ആന്റിബയോട്ടിക്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്, പ്രിപ്പയർ ഫോർ ഇൻസെഷൻ ആൻഡ് ഇവാക്യുവേഷൻ ഓഫ് ഹെമറ്റോമ ഇഫ് നെസസറി. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഹെമറ്റോമ എന്ന് പറയുന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം അടുത്ത ദിവസം കാണും വരെ ജിഷാനു ജുവാൻജോ അക്കാഡമിയിൽ നിന്ന്.